ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പുഴുങ്ങി മുട്ടയുടെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഈ നമ്മളിതാ ഇതുപോലൊരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ ഹോളുള്ള ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിലൂടെയാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ചെറുതായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ 2 മുട്ടയും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, 2 ഇല്ലി കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ 1/4 ടീസ്പൂണ് ഗരം മസാലയും 1/4 ടീസ്പൂണ് ചാറ്റ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/3 കപ്പ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഈ ബ്രെഡ് ക്രംസ് ഒക്കെ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് പരത്തിയിട്ട് നടുവിൽ നമ്മൾ ഡോണറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ നടുവിൽ ഒരു ഹോളും കൂടെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ ഡോണറ്റ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാകത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കട്ടിയിലും അല്ല ഒരുപാട് വെള്ളമായിട്ടോ അല്ലാത്ത ഈ ഒരു രീതിയിലുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഡോണറ്റ് എടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ച് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ഡോണറ്റ് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടെ മൂത്തിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.